ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ മത്തി വെച്ചിട്ടാണ് ഈ ഒരു മീൻകറി കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് ഒരു 2-3 ദിവസത്തേക്കൊക്കെ പുറത്ത് തന്നെ വെക്കാൻ പറ്റുന്നതാണ്. ഒട്ടും തന്നെ കേടാവാതെ നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു കറിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള മീനാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പസമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ ഇങ്ങനെ വേറിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ മീനൊക്കെ ക്ലീൻ ആക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഓരോരുത്തരും ക്ലീൻ ആക്കുന്ന രീതിയിൽ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കത്രികയൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാലും അതുപോലെ തലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് ചെയ്യുന്നതിനേക്കാട്ടിലും നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് മീനെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പഴകിയിട്ടുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര നീറ്റായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ കത്രിക വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീൻ നന്നായിട്ട് ക്ലീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഉളുമ്പ് മണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാനിതിലേക്ക് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഞെരടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് നല്ല തിളക്കത്തോടു കൂടി നമുക്കത് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത് ഇങ്ങനെ കളയുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതേപോലെ ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഉപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് വിനാഗിരിയോ അതല്ലെങ്കിൽ തൈര് ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കത് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ആ രീതിയിൽ ചതച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. മിക്സിയിലിട്ടിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ചെയ്തെടുക്കുന്നതായിരുന്നു കേട്ടോ. അതാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവോളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ സവാള ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചെറിയുള്ളി കുറച്ച് അധികം എടുത്താലും മതിയായിരിക്കും കേട്ടോ. പക്ഷേ സവാള നമ്മൾ ചേർക്കുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഗ്രേവി നന്നായിട്ട് കുറുകി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂണോളമൊക്കെ അളവിൽ ഉലുവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് കളർ മാറി നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഇത് നമുക്കതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സവോള ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറണം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തക്കാളി നമുക്കിതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ തക്കാളി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയായിരിക്കും. ഇപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതും നമ്മൾ തക്കാളി എടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചാറ് നന്നായിട്ട് കുറുകി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ എടുക്കുക. നമ്മുടെ ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1-2 പച്ചമുളക് നമുക്കിതിലേക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറണം. അതുപോലെ തന്നെ ഒന്ന് കുറുകി വരുന്ന
വരുന്ന രീതിയിലാവുന്നത് വരെ, കുറച്ചൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ആകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുടംപുളിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതാണ് മീൻകറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുക കേട്ടോ. മാത്രമല്ല കേടാവാതിരിക്കാനും അത് വളരെയധികം സഹായിക്കും. ഒരു 2-3 പീസ് കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പുളിക്കനുസരിച്ച് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. മൂടി വെച്ചിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തന്നെ ഉണക്കി പൊടിപ്പിച്ചെടുത്തിരിക്കുന്ന മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മീൻകറിക്ക് നല്ലൊരു കൂടുതൽ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള രീതിയിലുള്ള ഒരു കറിയല്ല നമ്മൾ തയ്യാറാക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി കിട്ടുന്ന രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പം നമ്മുടെ ഈ ഒരു കറിയുടെ ഗ്രേവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് എത്രത്തോളം മീൻ ആവശ്യമുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ തിളയൊക്കെ വന്നതിന് ശേഷം നമ്മൾ തവി വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പാടില്ല. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന ചെറിയൊരു മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ അധികമായിട്ട് പോവണ്ട. നമ്മൾ നേരത്തെ വറവിട്ടപ്പോഴും ഉലുവ ചേർത്തിട്ടുള്ളതായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒക്കെ നമുക്കിതിലേക്ക് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ നൽകുന്നതായിരിക്കും. ഈ ഒരു മസാലക്കൂട്ടെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ അളവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതേപോലെ ഇടികല്ലിൽ വെച്ചിട്ട് ഇതേപോലെ പൊടിച്ചെടുത്താലും നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മസാലക്കൂട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അധിക സമയം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരല്പസമയം മാത്രം നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു മസാലയുടെ ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം നമ്മുടെ കറിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങുന്നത് വരെ മാത്രം നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് സ്റ്റവിൽ നിന്ന് വാങ്ങി മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.